ഇതുപോലെ പേപ്പർ കപ്പിൽ നിന്നും ഇതുപോലെ കുറച്ച് മിനി പോട്ട് ഉണ്ടാക്കിയെടുത്താലോ. ഇതുപോലുള്ള ചായ ഗ്ലാസ് എടുത്താണ് ഉണ്ടാക്കുന്നത്. കാണാൻ ക്യൂട്ടല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി. അതുപോലെ ഏകദേശം ഒരു 12 പൈപ്പ് ക്ലീനേഴ്സ് വെച്ചാണ് ഞാൻ ഈ പോട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയ ചായ ഗ്ലാസ് എടുത്താൽ മതി. വലിയ വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ് എടുത്തിട്ടുണ്ട്, വെള്ളം ജ്യൂസൊക്കെ കുടിക്കുന്ന ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഏകദേശം 5.5-6 സെൻറ്റിമീറ്റർ അളവിൽ കട്ട് ചെയ്ത് കളയേണ്ടി. അതിനേക്കാൾ എളുപ്പം നമുക്ക് ഡയറക്റ്റ് ചായ ഗ്ലാസ് എടുത്ത് ഉണ്ടാക്കുന്നതാണ്. 4 ഫോൾഡ് ചെയ്യേണ്ടത്. ഒന്നിന് ഹാഫ് എടുത്ത് അതിന് ഹാഫിന് 2 പിന്നെയും ഫോൾഡ് ചെയ്തെടുത്ത് ഇതുപോലെ ഓരോ പൈപ്പ് ലൈൻ ജസ്റ്റ് ഒന്ന് 2 സൈഡിലും ഒന്ന് പ്രസ് ചെയ്ത് കണ്ട് ലോക്കാക്കി എടുക്കാം. ഗമ്മും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ലോക്കായി നിൽക്കും. നമുക്ക് പൈപ്പ് ലൈനേഴ്സ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ വിചാരിക്കുന്ന അതേ ഷേപ്പിലായി കിട്ടും. കാരണം അത്രയ്ക്കും എന്താ പറയുക, സ്റ്റിക്കായിട്ട് നിൽക്കും. ഗമ്മിൻ്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് ക്ലീനർ എടുത്ത് ഞാൻ ഇവിടെ 2 പൈപ്പ് ക്ലീനറാണ് യൂസ് ചെയ്യുന്നത്. 2 പൈപ്പ് ക്ലീനർ എടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കാം. ജസ്റ്റ് വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ഇതുപോലെ പ്ലെയിനായിട്ട് ചുരുട്ടി കൊടുത്തിട്ട് ഇതുപോലെ താഴെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുള്ളൂ. മറ്റേ താഴെ ഭാഗം പൊക്കി നോക്കുമ്പോൾ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു ഇതൊക്കെ കാണും. ഇതിപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഒരിക്കലും പറയില്ല ഗ്ലാസ് ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ ഞാനിവിടെ പേപ്പറാണ് നോട്ട്ബുക്കിൻ്റെ പേജ് എടുക്കുന്നത്. എൻ്റെ കസിൻ്റെ എഴുത്താണ്ടോ, വലിയ ഇതൊന്നുമില്ല. കാണുമ്പോൾ എഴുത്തൊന്ന് കണ്ടിട്ട് കൂട്ടുകാർ വലിയ ഇതൊന്നും വിചാരിക്കണം. എൻ്റെ കസിൻ്റെ എഴുത്താണ് അവളെ നോട്ട്ബുക്ക് ഞാൻ വേസ്റ്റ് ബുക്ക് ഉണ്ടല്ലോ അതിൽ നിന്നൊരു പേപ്പർ എടുത്തതാണ്. അതിന്ന് ഒരു 3 പേജ് എടുത്തിട്ടുണ്ട്. 3 പേജ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗത്ത് ഇത് കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 പൈപ്പ് ക്ലീനറിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സ്പ്രിങ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് 3ഉം ഒരുപോലെ വെച്ച് ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കുക. ഒരേ രീതിയിൽ നല്ല വൃത്തിക്ക് ചുറ്റിയെടുക്കുക. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 3 പൈപ്പ് ക്ലീനറാണ്. അപ്പോൾ എന്നിട്ട് ശേഷം ഇതുപോലെ ഒന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. ഗ്ലൂ ഗൺ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നല്ലൊരു പ്രൊട്ടക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. പിന്നെ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇതുപോലെ സെൻറ്ററിലെ ഒരു പൈപ്പ് ക്ലീനറിന് ചെറിയൊരു പീസ് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗമ്മും തേച്ച് ഗ്ലൂ ഗണ്ണ് തേച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് അതിന് മേലെ ഇതാക്കി കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു സ്പ്രിങ് പോലെ വൈറ്റ് പൈപ്പ് ക്ലീനറിന് ചുറ്റിയെടുത്തത്, ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്ത് ഇതുപോലെ ഗ്ലാസിൻ്റെ മുകളിൽ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഒന്ന് കാണാൻ ഡെക്കറേഷൻ നല്ല രീതിയിൽ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും കാണുമ്പോൾ. അപ്പോൾ പോട്ട് മേക്കിംഗ് ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത്.